ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. എൻ്റെ അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് വചനത്തിൽ പഠിപ്പിക്കുന്ന സർവശക്തനായവൻ. നീ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എവിടെ നിന്നാണ് കൊണ്ടാണെങ്കിലും നീ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിന്റെ ദുരിതം, നീ കടന്നു പോകുന്ന കണ്ണുനീര്, നിന്റെ ജീവിതത്തിന്റെ ആയിരിക്കുന്ന ഈ അവസ്ഥ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ അത് വിശ്വസിക്കണം, അത് പ്രഖ്യാപിക്കണം. എനിക്കൊരു ദൈവമുണ്ട്, എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്, എന്നെ ഈ ഭൂമിയിൽ നടത്തുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്, എൻ്റെ ചലനങ്ങൾ അറിയുന്നവനുണ്ട്, എൻ്റെ തലമുടിയുടെ അനങ്ങുന്നത് പോലും അറിയുന്ന എൻ്റെ ദൈവമുണ്ട്, അനന്തമായി എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ, നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ ഈശോയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, ഓ കർത്താവേ, ഓ കർത്താവേ, എന്റെ ജീവിതം അറിയുന്നവനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. ഇതാ കരയുന്ന മോശ. കരച്ചിലാണ് ആ മനുഷ്യന്റെ ഉള്ളിലുള്ളത്. സങ്കടം മാത്രമേ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ദേശത്ത് നിന്ന് ഒരു ജനതയും കൊണ്ട് പുറപ്പെട്ടതാണ്. ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, മോശേ എടാ നീ പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ കൂടെയുണ്ടെന്ന്. 14-ാം അധ്യായം 15-ാം വചനം ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 15. ഒരു കൊച്ചു കാര്യം, പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാരത്തെയാണ് ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താ ഒന്ന് വായിച്ചേ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? എടാ നീ എന്തിനാടാ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? എന്തിനാ ഇങ്ങനെ വാടിയിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? എങ്ങനെ വാടാണ്ടിരിക്കും എൻ്റെ സഹോദരങ്ങളെ? എങ്ങനെ കരയാണ്ടിരിക്കും? ഈ മോശയെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ആ മനുഷ്യൻ പിന്നെ എന്നതാ ചെയ്യണ്ടേ? 1.5 ലക്ഷത്തോളം വരുന്ന ജനമുണ്ട് കൂട്ടത്തില്. മുമ്പോട്ട് പോകാൻ പറ്റാതെ വലിയൊരു കടലിന്റെ മുമ്പിൽ നിൽക്കുക. പുറകോട്ടും പോകാൻ പാടില്ല ഇസ്രായേൽ ജനം, അങ്ങോട്ടും പോകാൻ പാടില്ല ഇങ്ങോട്ടും പോകാതെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ പെട്ടിരിക്കുമ്പോ പിന്നെ കരയാണ്ട് പിന്നെ എന്നതാ ചെയ്യണേ? കരഞ്ഞു പോകുന്നു. ആരായാലും കരഞ്ഞു പോകും. സങ്കടം സഹിക്കാൻ പറ്റാണ്ട് അത്രമേൽ കരഞ്ഞു പോകും, ഭാരപ്പെട്ടു പോകും. മോശയോട് ദൈവം ചോദിക്കുക, എടാ നീ എന്തിനാ പിന്നെ കരയണേന്ന്? എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. ഓരോ താളുകളിലും ഇങ്ങനെ ആവർത്തിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ വാഗ്ദാനമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റാതെ വിലപിക്കുന്ന മനുഷ്യന്റെ ഭാരം ബൈബിളിലുണ്ട്. ഒന്നെടുത്ത് വായിച്ചാലോ. ജോഷുവയുടെ പുസ്തകം, ജോഷുവയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 7 വേഴ്സ് 7. വല്ലാണ്ട് സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് കരയുന്ന ജോഷുവയുണ്ട് അവിടെ. ഒന്ന് വായിച്ചേ. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ജോഷുവ പ്രാർത്ഥിച്ചു. ജോഷുവയുടെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന എന്ന് കണ്ടോ? ദൈവമായ കർത്താവേ, അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാൻ ഇക്കരെ കൊണ്ടുവന്നു? കണ്ടോ ചോദ്യം കണ്ടോ? ഈ അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കപ്പെടുന്നതിന് എന്തിനാ കർത്താവേ ആ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നത്? വല്ല ആവശ്യമുള്ള കാര്യമാണോ? ഇത്രയും സഹിച്ച് ഇവിടം വരെ എത്തി. അവിടെ എത്തിയപ്പോൾ അവസ്ഥ എന്താണെന്നറിയോ? ഒരു കൊച്ചു രാജ്യക്കാരുടെ മുമ്പിൽ ഇതാ ഈ ഇസ്രായേൽ ജനം തോറ്റിരിക്കുന്നു. ആയി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. എന്താണ് ഗ്രാമത്തിന്റെ പേര്? ആയി.
ആയി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, ആ ഗ്രാമവാസികളുടെ മുമ്പില് ദേ ഇസ്രായേൽ ജനം തോറ്റു തുന്നമ്പാടി, അല്ലേ? നമ്മൾ പറയുന്ന ഒരു ഭാഷയല്ലേ തോറ്റു തുന്നമ്പാടി. ഈ തോറ്റിരിക്കുന്ന സമയത്ത് പിന്നെ ജോഷുവ എന്നതാ ചെയ്യണ്ടേ? തോറ്റിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ സങ്കടം ഇതാണ്, ദൈവമേ എന്തിനെ ഇവിടം വരെ കൊണ്ടുവന്നേ? ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എന്താ? ജോഷുവയുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ജോഷുവയെ ആയുഷ്കാലത്തൊരിക്കലും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയല്ലെന്ന്. 1-ാം അധ്യായം 5-ാം വചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 5 ഒന്ന് വായിച്ചേ. 1-ാം അധ്യായം 5-ാം വചനം. നിന്റെ ആയുഷ്കാലത്ത് കണ്ടോ? നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റിയല്ലെന്ന്. ഹല്ലേലൂയ. കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയ ചേച്ചി. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്നെ തോൽപ്പിക്കാൻ പറ്റിയാലെന്ന് തമ്പുരാൻ കർത്താവ് പറഞ്ഞിട്ട് ദേ ജീവിതത്തിന്റെ വല്ലാത്തൊരു സമ്മർദ്ദത്തിന്റെ നടുവില് ആ മനുഷ്യൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കരയുക. എങ്ങനെ കരഞ്ഞെന്ന വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, സമയം കിട്ടുമ്പോൾ എടുത്തു വായിക്കണം. ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് വിലപിക്കുന്നവർ ഈ ജോഷുവയെ കണ്ടുപഠിക്കണം. നിന്റെ ജീവിതത്തിൽ ഒരു സങ്കടവും ഭാരവും വരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ജോഷുവ പഠിപ്പിക്കും. ജോഷുവ ദൈവജനത്തിന്റെ മുമ്പിലല്ല, സർവശക്തനായ മുമ്പിൽ ചെന്ന് ഇതാ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ എന്തിനാ ഇവിടം വരെ കൊണ്ടുവന്നേ? ദൈവമേ എന്തിനാ ഇവിടം വരെ കൊണ്ടുവന്നേ? എന്താ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്നറിയാവോ? ശ്രദ്ധിച്ചേ. നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. വിചാരിക്കുന്നത് പോലെ, നമ്മുടെ ഉള്ളിൽ എന്തോരം വിചാരങ്ങളല്ലേ, വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിന്റെ ദൈവം, നിനക്കൊരു വിലയിട്ടിട്ടുള്ള ദൈവം. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4-5 തിരുവചനം തുറന്നു വായിക്ക്. ഇതാ വചനം നിന്നോട് ഒരു പ്രത്യേക കാര്യം പഠിപ്പിക്കുവാണ്. ഇത് എനിക്കും നിനക്കും ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കേണ്ട വചന ശുശ്രൂഷയാണ്. ഏറ്റെടുത്തോണം. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4-5 തിരുവചനം വായിച്ചേ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട്. കണ്ടോ? ശ്രദ്ധിച്ചേ. നീ എനിക്ക് വിലപ്പെട്ടവൻ. നീ എനിക്ക് വിലപ്പെട്ടവൻ. എന്റെ സഹോദര സഹോദരി, നിനക്ക് വിലയുണ്ടെന്ന്. നിനക്ക് ദൈവം ഒരു വിലയിട്ടിട്ടുണ്ട്. നീ വിലപ്പെട്ടവനും ബഹുമാന്യനും ആ പ്രിയങ്കരനും. ആർക്ക്? വീട്ടിലുണ്ടോ വില? ഒരു വിലയില്ല. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞ പോലെ, എന്നാത്തിനാ എന്റെ ജീവിതം? വീട്ടിൽ രാവിലെ അടിച്ചു വാരി അലക്കി ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുന്നു. ഒരു വിലയില്ലല്ലോ അച്ഛാ. ഒരു വില വീട്ടിലുള്ളവർക്ക് ഇത്രയും ഞാൻ കഷ്ടപ്പെടുന്നില്ല അച്ഛാ. അവർക്ക് എന്നെ ഒരു വില വേണ്ടേ? എന്നെ ഒന്ന് പ്രത്യേകിച്ച് എന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു മാന്യമായിട്ട് എന്നോട് പെരുമാറാലോ. ഒരു അഭിപ്രായം ചോദിക്കണ്ട അച്ഛാ, ഒരു അഭിപ്രായം. ഞാൻ ഇങ്ങനെ കിടന്ന് പണിയെടുത്ത് ജീവിക്കുക. എന്റെ ജീവിതം ആ അടുക്കളയിൽ ഇങ്ങനെ തീരും. തമ്പുരാൻ കർത്താവ് നിന്നോട് പറയുന്നു, നിനക്ക് വിലയുള്ളതാ. വീട്ടുകാരെ നിനക്ക് വില തന്നിട്ടില്ലായിരിക്കും. ഒരുപക്ഷെ നിന്നോട് ചിലപ്പോ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കും, നിന്നെ എന്തിനു കൊള്ളാം, അല്ലേ? ചോദിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും, അല്ലേ? മലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ എന്ത് പറയും? ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളിയല്ല. 10 പൈസയുടെ ഗുണമുണ്ടോടാ? 10 പൈസയുടെ ഗുണമുണ്ടോ? എന്നാ ചെയ്യാനാ? എന്താ ജീവിതം? ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ റെഡിയാകുമെന്നും പറഞ്ഞ് ഒരുത്തം നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ റെഡിയാകുമെന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം അവൻ എന്നെ കണ്ടപ്പോ പറഞ്ഞു, എന്റെ അച്ഛാ ഒരു വിലയില്ല എനിക്ക് എന്റെ വീട്ടില്. കൂട്ടുകാരുടെ ഇടയിലുള്ള വില പോയി, നാട്ടുകാരുടെ ഇടയിലുള്ള വില പോയി. കാരണം എന്നാ? ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ ശരിയാകും. എപ്പ ശരിയാകും എന്ന് അച്ഛാ പറയണേ? ജർമ്മനിക്ക് പോയോ പോയില്ല. എന്നാ പിന്നെ വീട്ടിലാണെങ്കിൽ എന്റെ കാര്യം കഷ്ടം. ഒരു ജോലി അങ്ങോട്ട് ആയിട്ടുമില്ല. അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ ഇങ്ങനെ പെട്ട് കിടക്കുക. അച്ഛാ
ഒരു വിലയില്ലച്ചാ, ഒരു വിലയുമില്ലെന്ന്. വചനം പഠിപ്പിക്കുന്നു, നാട്ടുകാര് നിനക്ക് വിലയിട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒന്നുമില്ല എന്നുള്ളതായിരിക്കും, നിന്നെ എന്തിനു കൊള്ളാമെന്നുള്ളതായിരിക്കും അല്ലേ? അതുകൊണ്ടല്ല ചില സമയത്തൊക്കെ പറയണത്, ഇവനെയൊക്കെ ജനിപ്പിച്ച സമയത്ത് വാഴ നട്ടാ മതിയായിരുന്നൊക്കെ പറയുമല്ലോ ചിലര്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ വാഴയെങ്കിലും ഗുണം ഉണ്ടാകുമായിരുന്നല്ലോ. ഇവിടെ ഇരുന്ന് കേൾക്കൂ, നിന്റെ ജീവിതത്തിൽ നിനക്കാരുമൊന്നും നിനക്ക് വിലയിട്ടിട്ടില്ലെങ്കിലും സർവശക്തനായ ദൈവം നിന്നോട് പറയുന്നു, നീ വിലയുള്ള വ്യക്തിയാണ്. നിനക്ക് ഒരു കഴിവും ഇല്ലെങ്കിലും കർത്താവ് പറയുന്നു, നിനക്ക് കഴിവ് തന്നിട്ടുണ്ട്. നീ അമൂല്യനാണ്, നീ ബഹുമാന്യനാണ്. വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. എന്റെ പ്രിയരെ, ഇതങ്ങ് വിശ്വസിച്ചോണം. എന്റെ ദൈവത്തിന് എന്നെ അത്രമേൽ വലിയ കാര്യമാണെന്ന്. അതുകൊണ്ടാണ് പത്രോസ് ലീഹ തന്റെ സുന്ദരമായിട്ടുള്ള ലേഖന ഭാഗം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 6 ആ വചനം ഒന്ന് എടുത്ത് വായിച്ചേ. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം. ആ വചനത്തിന്റെ അവസാനം എന്താ പറഞ്ഞിരിക്കുന്നറിയോ? ഒരു കൊച്ചു കാര്യം, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശ്രദ്ധാലുവായിട്ടുള്ള ദൈവം, അവൻ ജീവിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനും എന്റെ പിതാവും പ്രവർത്തന നിരതരാണ്. ഹീസ് ആക്റ്റീവ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ നീ വണങ്ങുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കല്ലിനെയും മണ്ണിനെയും മരങ്ങളെയുമല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തെയാണ്. ആ ദൈവമാണ് നിന്നോട് പറയുന്നത്, ദേ അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്ര തകർന്നുവോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയും കേട്ടുകൊള്ളൂ, നിന്റെ ജീവിതത്തെ ദൈവം ഇങ്ങനെ പുതുക്കി പണിയാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ചില മറുവശമുണ്ടെന്ന്. ജീവിതത്തിൽ കടന്നുപോയ സങ്കടങ്ങൾക്കും ഭാരങ്ങൾക്കും മറ്റൊരു വശം ദൈവം ഇങ്ങനെ തുറന്നു വെക്കും, കൃത്യമായി നിന്റെ മുമ്പിൽ തുറന്നു വെക്കും. നീ കടന്നുപോയിട്ടുള്ള അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർക്കണം അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ആമേൻ. ഒച്ചത്തിപ്പുറ വലതുകരം ഉയർത്തി ആമേൻ, ആമേൻ. നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുള്ളത് ആര് കണ്ടിട്ടുണ്ട്? ദൈവം കണ്ടിട്ടുണ്ടെന്ന്. നീ ഭൂമിയിൽ അവഗണിക്കപ്പെട്ടത് ആര് കണ്ടിട്ടുണ്ട്? ദൈവം കണ്ടിട്ടുണ്ട്. നീ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് കരുതി നിന്റെ ഉള്ളിലുള്ള ഭാരം ആര് കണ്ടിട്ടുണ്ട്? സർവശക്തനായ ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനത്തിൽ ഒരു കുഞ്ഞു കാര്യം, നമുക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. എന്റെ തലയിലെ മുടിയിഴകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ. കുളിച്ചിട്ട് തലമുടി ജീവിയ സമയത്ത് എന്തോരം തലമുടി പൊഴിഞ്ഞു പോയി, അറിഞ്ഞോ വല്ലതും? നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷേ ദൈവം അറിഞ്ഞിട്ടുണ്ട് അല്ലേ? ദൈവം അറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ആ സമയത്ത് അറിഞ്ഞില്ലെങ്കിലും വീടടിച്ചു വാരി വൃത്തിയാക്കുമ്പോഴാണ്, ദൈവമേ എന്തോരം തലമുടിയാ കൊഴിഞ്ഞു പോണതല്ലേ, ആ സമയത്തായിരിക്കും കാണുന്നത്. വചനം പറയുന്നത് നിന്റെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്നറിയോ? നിന്റെ ജീവിതത്തെ അത്രമേൽ ദൈവം അറിയുന്നു. ആമേൻ, ആമേൻ. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അത് ദൈവം അറിയുന്നു. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. നിന്റെ ഭാരത്തെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ജോലി മേഖലയിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. വിചാരിച്ച ഒരു ജോലി കിട്ടിയില്ല,
ഇനി ജോലി കിട്ടിയിട്ട് വിചാരിച്ച പോലത്തെ ഒരു ശമ്പളമില്ല, സമയക്രമീകരണം അങ്ങ് ശരിയാവുന്നില്ല, അങ്ങനെ തുടങ്ങി അനേക ഭാരങ്ങളാൽ വലയുന്നവരുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ഈ ശുശ്രൂഷ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ടല്ലോ. നിന്റെ സങ്കടം എന്താണോ അത് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും, ഈശോയ്ക്ക് മാത്രമേ നിന്നെ മനസ്സിലാകൂ. ഒത്തിരിയേറെ കുടുംബത്തിന്റെ കടബാധ്യതയും പേറി കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് വിദേശങ്ങളിലേക്ക് ചെന്നിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. എന്നാൽ അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല, അവിടെ വിസ ക്രമീകരണം ലഭിക്കുന്നില്ല, PR ലഭിക്കുന്നില്ല, പഠനകാര്യങ്ങൾ ശരിയാവുന്നില്ല, പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ വർക്ക് ശരിയാവുന്നില്ല. അങ്ങനെ തുടങ്ങി 100,000 പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടല്ലോ. ഇനി തിരിച്ചു പോരാൻ പറ്റാത്ത വണ്ണമുള്ള ഭാരപ്പെടുന്നവരുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ജീവിതത്തിന്റെ ഭാരത്തെ ഈശോയുടെ കയ്യിൽ കൊടുക്കും, ഈശോയുടെ കയ്യിൽ കൊടുക്കും. ചില രാജ്യങ്ങളിലൊക്കെ ഉപജീവന മാർഗത്തിന് വേണ്ടി എത്തപ്പെട്ടിട്ട് തിരിച്ചു പോരാൻ പറ്റാത്ത വണ്ണം വിസ പോലും ഇല്ലാതെ പണിയെടുത്ത് സ്വന്തം കുടുംബക്കാരോട് കൂടെ ചേർന്നിരിക്കാൻ പോലും പറ്റാതെ ദൂരങ്ങളിലായിരുന്നു കൊണ്ട് കണ്ണുനീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒറ്റപ്പെട്ട അനേകരുണ്ട്. ഈ സങ്കടം ഈശോയുടെ കയ്യിൽ കൊടുക്ക്. നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. നിന്റെ ഹൃദയത്തിന്റെ ഭാരം എന്താണോ അത് ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയെ, ഇതെന്റെ സങ്കടമാണ്, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല കർത്താവേ, എന്റെ മുഖം വാടിയിരിക്കുന്നതിന് കാരണമുണ്ട്. തമ്പുരാൻ കർത്താവേ, എന്റെ സങ്കടത്തെ ഈ അൾത്താരയോട് ചേർത്ത് വയ്ക്കുന്നു. ഹൃദയം നുറുങ്ങി എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും അൾത്താരയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച സഹോദരങ്ങളെ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ സങ്കടം എന്താണോ ആ സങ്കടത്തെ അൾത്താരയിലേക്ക് കൊടുക്കൂ. യേശുവേ, യേശുവേ, എന്റെ കണ്ണുനീര് കാണുന്നവനെ, നിന്റെ അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. യേശുവിലേക്ക് കൊടുക്കൂ, യേശുവിലേക്ക് കൊടുക്കൂ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവേ സമർപ്പിക്കുന്നു. ഈശോ, യേശുവേ, നിന്റെ ഭാരത്തെ സങ്കടത്തെ സമർപ്പിക്കൂ. ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കൂ. ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ആ സംഭവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. കർത്താവ് നിന്നിൽ ഇടപെടട്ടെ, കർത്താവ് നിന്നിൽ ഇടപെടട്ടെ. ഓ ദൈവമേ, എന്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ കർത്താവേ, അങ്ങന്റെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവേ, അങ്ങന്റെ ജീവിതത്തിൽ ഇടപെടണമേ. എന്റെ ജീവിതത്തെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് കർത്താവേ അങ്ങ് ഒരുക്കണമേ. കർത്താവേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവത്തിൻ മുഖം പാടും മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന സഹോദര വിശ്വസിക്കൂ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രാഹത്തിന്റെ മുമ്പിൽ തമ്പുരാൻ കർത്താവ് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവനല്ല, നീ ആകാശത്തിലേക്ക് നോക്കുക, നീ നക്ഷത്രജാലങ്ങളെ കാണാൻ സാധിക്കും, നീ ലോകത്തെ തുറന്നു കാണണം. നീ ഇങ്ങനെ കൂടാരത്തിനുള്ളിൽ അടഞ്ഞിരിക്കരുത്, നീ ഇങ്ങനെ മുഖം വാടിയിരിക്കരുത്, സങ്കടപ്പെട്ടിരിക്കരുത്, നീ പുറത്തേക്ക് വരണം. അബ്രാഹത്തെ ദൈവം പുറത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലെ നിനക്ക് മക്കളുണ്ടാകും, മണൽത്തരി പോലെ നിനക്ക് സന്താനങ്ങളെ ജനിപ്പിക്കും. വാഗ്ദാനം സംഭവിച്ചില്ലേ, ഇതുപോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. മോശ കടലിന്റെ മുമ്പിൽ നിന്ന് പൊട്ടി കരഞ്ഞിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതിനാണോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത്? എന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്തെന്നറിയോ? ആ കടല് കടക്കാൻ മോശയെയും ഇസ്രായേൽക്കാരെ സഹായിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം ഇതാ കണ്ണുനീരോടെ ജോഷുവ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്തിനാ ഇസ്രായേൽ ജനത്തെ ഈ മണ്ണിൽ കൊണ്ടുവന്നത്? ഇത്രമേൽ കരഞ്ഞ്
പ്രാർത്ഥിക്കുന്ന മറ്റൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിന്റെ അത്രമേൽ ഭാരം സമർപ്പിച്ച് ആ വ്യക്തിയുടെ കണ്ണുനീർ. എന്നാൽ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് എത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കടല് കടക്കാൻ ശക്തി നൽകിയ ദൈവം, പാറയിൽ നിന്ന് ജലമൊഴുക്കിയ ദൈവം, ആകാശത്ത് നിന്ന് മന്നയും കാടപ്പക്ഷിയും ചൊരിഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ സങ്കടത്തിൽ നീ മനസ്സിലത് കാണണം. എന്റെ സങ്കടത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ ദുഃഖത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. നീ അത് മനസ്സിൽ കാണണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അബ്രാഹത്തെ പോലെ, മോശയെ പോലെ, ജോഷുവയെ പോലെ നീയും ഇത് ഏറ്റെടുക്കണം. ഈ ശുശ്രൂഷ സമയത്ത് നിന്നിൽ അത് സംഭവിക്കുന്ന സമയമാണ്. നിന്റെ ജീവിതം നിരാശപ്പെട്ടും മുഖം വാടി ഇരിക്കാനല്ല, മറിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചങ്ക് കീറി യേശുവേ എന്ന് വിളിക്കുമ്പോ നീ അത് അനുഭവിക്കുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നൊരു ദൈവം, നിന്റെ ജീവിതത്തിന്റെ ഭാരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ കൂപ്പി സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ